ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രിയിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു പോയതാണ്. തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി PMS സമീർ ഇപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMS സലാം ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പത്രിക നൽകാൻ എത്തിയത്. ഇപ്പോൾ സലാം സാഹിബ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ഇവിടെ തിരൂരങ്ങാടിയിൽ ഒരു പ്രതീക്ഷ എത്രത്തോളമുണ്ട്? തിരുവനങ്ങാടിയിൽ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാഹചര്യങ്ങൾ, ജനങ്ങളുടെ വിചാരങ്ങൾ UDFിനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് കോണി ചിഹ്നത്തിൽ വിജയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ CPMൻ്റെ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായില്ല. ഈ 3 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. നമുക്ക് താനൂരുണ്ട്, അവിടുന്ന് വള്ളിക്കുന്ന്, മങ്കട. അപ്പോൾ മങ്കടയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മുൻ മണ്ഡലം പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ വള്ളിക്കുന്നിൽ ഷാഫി ചാലിയത്തെ ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ താനൂരിൽ VKM ഷാഫി ബന്ധു. ഈ ലീഗ് നേതാക്കൾക്ക് വേണ്ടി ഡിമാൻഡാണോ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന്? ഇല്ല, CPMന് വേണ്ടി മത്സരിക്കാൻ ജനങ്ങൾ തയ്യാറാകാത്തൊരു കാലഘട്ടം, അതാണ് ഇത് വ്യക്തമാകുന്നത്. CPMൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അവർക്ക് ആളെ കിട്ടുന്നില്ല എന്നതാണ് അവസ്ഥ. എല്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും വീടുകളിൽ ഇവരുണ്ട്, വരികയാണ്, ഒന്ന് നിന്ന് വരുമോ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDFിനുള്ളത്, LDFിനുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, താനൂരിൽ നിന്ന് മന്ത്രി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുകയാണ്. പൊതുവെ ആയിരുന്നു അവിടെ ഒരു വിജയസാധ്യത ഇല്ലാത്തത് കൊണ്ടാണോ? അതെ, താനൂരിൽ LDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കാണാനില്ല. അടിയന്തരമായൊരു CBI അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ തിരൂരങ്ങാടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അബ്ദുറഹ്മാൻ കണ്ടെത്താനുമായി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ല, ആരുമായി ബന്ധപ്പെട്ടില്ല. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ UDF പ്രവർത്തകനോ ഈ സ്ഥാനാർത്ഥിക്ക് വിട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു പ്രശ്നവും ആരുണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ രാത്രിയിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു പോയതാണ്. സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രവർത്തനമാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. അത്ര നല്ല പിന്തുണയാണ് എല്ലാ ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എല്ലാ ലീഗുകാരെല്ലാവരും ഒപ്പം കൂടെ UDFകാരെല്ലാവരും ഒപ്പം തന്നെ ഉണ്ട്, വലിയ ഭൂരിപക്ഷത്തിൽ. എത്രത്തോളം ഉണ്ട് ഈ ഒരു MLA എന്ന നിലയ്ക്ക്? ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. ഒന്നാമത്തത് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. അതിന് പുറമെ ഇടതുപക്ഷത്ത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളെപ്പോഴും കിട്ടാതെ ഉഴലുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മന്ത്രിസഭ ഇത്രയും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടില്ല. താനൂരിലെ സ്ഥാനാർത്ഥി തന്നെ അവിടുന്ന് മാറുന്നു എന്ന് പറയുന്നു. എന്താ കാരണം? വീണ ജോർജ് പറഞ്ഞ കപ്പൽ അവിടെ മുങ്ങി. ഇവിടെ താനൂരിലെ കപ്പൽ മുങ്ങിയത് കൊണ്ട് അബ്ദുറഹ്മാന് താനൂരിലേക്ക് വരാൻ വയ്യ. അതുകൊണ്ടാണ് അദ്ദേഹം താനൂർ വേണ്ട, തിരൂർ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ ഇവിടെ നേരത്തെ സലാം സാഹിബ് പറഞ്ഞതുപോലെ ലീഗിൻ്റെ ആൾക്കാർ സ്വതന്ത്രമായി നിൽക്കുന്നവരെയൊക്കെ ചാക്കിടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുതന്നെ അവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. അപ്പോൾ ഒരൊറ്റ മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ വീഴുകയില്ല. അവർ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തിൽ കേരളം മൊത്തം ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരും. തിരൂരങ്ങാടിയിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഏറ്റവും നല്ല ഭൂരിപക്ഷം നമ്മുടെ സ്ഥാനാർത്ഥിക്ക്. 16 എന്താ സംശയം? ഞങ്ങൾക്കൊരു സംശയമില്ല. ഇനി ബാക്കി മെയ് 4 വോട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം. ഞങ്ങൾ പറഞ്ഞ 100%. ഇത് തന്നെയാണ് വലിയ പ്രതീക്ഷയാണ് UDFിൻ്റെ നേതാക്കൾ പങ്കുവെക്കുന്നത്. തിരൂരങ്ങാടിയിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ 16-ൽ 16 UDF നേടുന്ന വലിയ പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മറ്റ് നേതാക്കളും പങ്കുവെക്കുന്നത്. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 മലപ്പുറം.